ഭക്ഷണത്തിന് വേണ്ടി എത്രയോ കിലോമീറ്ററാണ് അവർ നടന്നു തീർത്തത്. എന്തുകൊണ്ടായിരിക്കണം ആദിമ മനുഷ്യൻ സ്ഥിരമായിട്ട് പലായനം ചെയ്യുന്നവരായി മാറിയത്? നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഒരു പരിസരത്തുള്ള അവിടെയുള്ള വിഭവങ്ങൾ കഴിച്ചാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അവിടുത്തെ പഴങ്ങളും വേരുകളും അല്ലെങ്കിൽ അവിടെയുള്ള ചെറിയ മൃഗങ്ങളെ വേട്ടയാടിയിട്ടൊക്കെയാണ് അവർ ജീവിച്ചത്. സ്വാഭാവികമായിട്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ അവിടെയുള്ള ഭക്ഷണത്തിനൊക്കെ ദൗർലഭ്യം എന്തായാലും നേരിടും. അതുമാത്രമല്ല, ഇവരെ പേടിച്ചിട്ട് മൃഗങ്ങളൊക്കെ അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്ത് പോവുകയും ചെയ്യും. ചിലപ്പോൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വരും, വലിയ മഴ വരിക, കൊടിയ വേനൽ വരിക. അങ്ങനെയുള്ളപ്പോഴും അവർ മറ്റൊരു സ്ഥലം തേടി പോകാൻ നിർബന്ധിതരായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള യാത്രകളാണ് ആദിമ മനുഷ്യന് കൂട്ടായ്മയുടെ മഹത്വം പഠിപ്പിച്ചു കൊടുത്തത്. അങ്ങനെ അവര് ഭക്ഷണം പങ്കുവെക്കാൻ പഠിച്ചു, ഒരുമിച്ച് കൂടി വേട്ടയാടാൻ പഠിച്ചു. അങ്ങനെ സ്വാഭാവികമായിട്ടും ലീഡർഷിപ്പ് ഉണ്ടായിട്ട് വന്നു. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റികൾ രൂപം കൊണ്ടു. അതുമാത്രമല്ല കേട്ടോ, ഇങ്ങനെ കൂട്ടായിട്ട് വേട്ടയാടിയത് കൊണ്ട് അവർ ചില ആയുധങ്ങളൊക്കെ അവർ കണ്ടുപിടിച്ചിരുന്നു. അതായത് മുറിക്കാൻ വേണ്ടിയിട്ട് ഈ കല്ലുകളൊക്കെ മൂർച്ച കൂട്ടിയെടുത്തിരുന്നു. അതുപോലെ തന്നെ കുഴിക്കാൻ വേണ്ടിയിട്ട് മരങ്ങളൊക്കെ ഷേപ്പ് ചെയ്തെടുത്തിരുന്നു. ഇങ്ങനെ പച്ചക്ക് പിടിച്ചും പച്ചക്ക് ഭക്ഷിച്ചും ജീവിച്ചിരുന്ന ആ മനുഷ്യൻ ഒരിക്കൽ തീ കണ്ടുപിടിക്കുകയാണ്. അതോടുകൂടി അവരുടെ ജീവിതത്തിൽ വലിയൊരു ചേഞ്ച് വരികയാണ്. ആ കഥ ഇനി പറയാം.